ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും പറ്റിക്കപ്പെടുന്ന ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ പലപ്പോഴും പലരും പ്രശ്നമായിട്ട് കംപ്ലയിൻസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വാഹനം പുതിയതെടുക്കാൻ ചെന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓഫർ, അതായത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഫേഴ്സ് നമുക്ക് കിട്ടാറില്ല. ശരിക്കും ഇത് ശരിയാണോ? കാരണം പലരും എന്നോട് വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, രാകേഷ് ഇത്ര നാളായിട്ടും അവരെനിക്ക് ഇങ്ങനെ ഒരു ഓഫർ തരാമെന്ന് പറഞ്ഞ് തന്നില്ല, ഇപ്പോൾ ഒരു വർഷമായി. എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഒരു പുതിയ വാഹനം എടുക്കാൻ വേണ്ടി പോകുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിപ്പം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം വെച്ചേക്കുക. എപ്പോഴാണോ നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ഒരു പുതിയ വാഹനം എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അതായത് ഒരു പുതിയ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആ വാഹനത്തെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് അന്വേഷിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വാഹനം നിങ്ങൾ എടുക്കാൻ ചെന്നാലും ഒരുപാട് ഷോറൂംസ് കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 ഷോറൂമിൽ കയറി ആ വാഹനത്തിൻ്റെ വില തിരക്കാം. വിലയ്ക്ക് വ്യത്യാസം വരുമോ? ഒരു കാരണവശാലും വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. പിന്നെ എപ്പോഴാണ് വില വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഷോറൂം പ്രൈസ് എപ്പോഴും സെയിം ആയിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇയർ ബാക്ക്, അതായത് ഒരു വർഷം പുറകിലുള്ള വാഹനത്തിന് എപ്പോഴും പ്രൈസ് കുറച്ച് അവർ കൊടുക്കും. പ്രൈസ് അല്ല അവിടെ കുറയ്ക്കുന്നത്, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. എക്സ് ഷോറൂം പ്രൈസ് സെയിം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് ഓരോ ഷോറൂംസും തരും എന്നുള്ളത് നമ്മൾ ചോദിച്ചു നോക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, 2-3 സ്ഥലങ്ങളിൽ ചോദിക്കുക. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് പല ഷോറൂമിൽ വില ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇതിനകത്ത് കൂടുതൽ നമുക്ക് തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഫറാണ്. അപ്പോൾ ഓഫേഴ്സ് നമുക്കറിയാം, ഒരുപാട് ഓഫേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓഫേഴ്സിൻ്റെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് ജെനുവിനായിട്ട് കിട്ടുന്നുണ്ടോ? ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എന്ത് ഓഫറാണോ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും എഴുതി മേടിക്കണം. ഇന്നെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിക്കണം. ഇനിയിപ്പം ഇൻ കേസ് നിങ്ങളൊരു ഇയർ ബാക്ക് വാഹനം എടുക്കാനല്ല പോകുന്നത്, ഒരു പുതിയ വാഹനം എടുക്കാനാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതും എഴുതി മേടിച്ചോണം. കാരണം പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ഇയർ ബാക്ക് എന്ന് പറഞ്ഞാലും ഇത് പുതിയ വാഹനം അല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു വർഷം പുറയിലുള്ള വാഹനമാണ്, രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ പുതിയതായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഇയർ ബാക്ക് ആണെന്ന് മാത്രമല്ല, അല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വർഷമൊക്കെ ചിലപ്പോൾ കിടന്നു പോയ വാഹനമായിരിക്കും, അതല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ അതിലാണെങ്കിൽ പോലും എന്തൊക്കെ ഓഫർ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് എഴുതി മേടിപ്പിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് ക്വാളിറ്റിയുടെ അല്ല, അതായത് ഏത് കമ്പനിയുടെ സാധനമാണ്. ഇപ്പോൾ ഒരു സ്റ്റീരിയോ അവർ വെച്ച് തരാമെന്ന് പറഞ്ഞു, ഏത് സ്റ്റീരിയോ, ഏത് കമ്പനിയുടെ സ്റ്റീരിയോ. അതായത് ഒരു മാറ്റ് തരാമെന്ന് പറഞ്ഞു, ഏത് മാറ്റ്. കാരണം മാറ്റ് എന്നൊക്കെ അവർ എഴുതത്തുള്ളൂ. ഈ മാറ്റ് ജെനുവിനായിട്ട് ഏതാണ് അവർ തരാൻ പോകുന്നത്? കമ്പനി മാറ്റാണോ, 3D മാറ്റാണോ, ഏത് മാറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു? ഇതൊക്കെ നമുക്ക് ഓഫറിൽ തരുന്നതാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ നമ്മൾ ആസ് എ കസ്റ്റമർ നമ്മുടെ ഒരു അവകാശമാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതായത് മാറ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. 300 രൂപയ്ക്ക് മാറ്റ് കിട്ടും, 1000 രൂപയ്ക്ക് മാറ്റ് കിട്ടും, 3000 രൂപയ്ക്ക് മാറ്റ് കിട്ടും. ഇതിലേത് മാറ്റാണ് അവർ തരുന്നത്? 500 രൂപയുടെ മാറ്റാണോ അതോ 300 രൂപയുടെ മാറ്റാണോ? ഇതൊക്കെ നമ്മൾ കൺഫേം ആക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് തരുന്നത് അത് വെച്ച് നമ്മൾ കൺഫേം ആക്കി ഏതാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഓഫേഴ്സാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു ഓഫർ വെച്ച് നമ്മൾ അടുത്ത സ്ഥലത്തും ചോദിക്കണം. കാരണം നമുക്ക് ആസ് എ കസ്റ്റമർ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3-4 സ്ഥലങ്ങളിൽ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്കൊരു പ്രൈസ് റേഞ്ചിങ് കുറച്ച് അവർ തരുന്നത്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോട് കൂട്ടി അവർ പ്രൈസ് റേഞ്ചിങ് കുറച്ച് തരുന്നത്, അതായത് ഒരു ഡിസ്കൗണ്ട് ഇട്ട് അവർ നമുക്ക് തരുന്നത്, ആ സ്ഥലത്ത് നിന്ന് വാഹനം എടുക്കാൻ മാത്രമേ റെക്കമെൻഡ് ചെയ്തുള്ളൂ. പക്ഷേ ഇത് എഴുതി മേടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലരും വന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഇന്ന സാധനം തരാമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ തന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രൂഫും ഇല്ലാതെ തരാമെന്ന് ഒരു വാക്കാലെ പറയുന്നതിന് കഴിഞ്ഞ് നല്ല എഴുതി മേടിക്കുക. അതായത് നിങ്ങൾക്ക് ഏതായാലും ഒരു കൊട്ടേഷൻ്റെ ഷീറ്റ് തരും, ആ കൊട്ടേഷൻ ഷീറ്റിനകത്ത് ഈ കാര്യങ്ങളൊക്കെ എഴുതി മേടിക്കണം. ഇന്ന സാധനം തരും, ഇന്നത് കിട്ടും, ഇന്നത് എന്തൊക്കെയാണ് അവർ തരാമെന്ന് പറഞ്ഞാൽ അതെല്ലാം എഴുതി മേടിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞാണ്, ആ സുഹൃത്ത് ഒരു കൂട്ടുകാരനെ റെഫർ ചെയ്തൊരു വാഹനം എടുക്കാൻ കൊടുത്തതാണ്. പക്ഷേ കൊടുക്കാമെന്ന് പറഞ്ഞ സാധനങ്ങൾ ഇതുവരെ ഒരു വർഷമായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് ഈ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇടുക. ഏത് ഷോറൂമിൽ നിന്നാണ് നിങ്ങൾ വാഹനം എടുത്തത്, അത് ഉറപ്പായിട്ട് ആ ഷോറൂമിൻ്റെ പേര് ഉൾപ്പെടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കൂടി ഇടുക. കാരണം നാളെ ഒരാൾക്ക് ഈ ഒരു പ്രശ്നം വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഇടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടുക.